ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? താങ്ക്സ് ഫോർ ജോയിനിങ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. സബ്ജക്റ്റ് വേർബും ഒരു സെൻറ്റൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മാച്ച് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സെൻറ്റൻസിൻ്റെ ആക്യുറസിക്ക് വേണ്ടി അത് മാച്ച് ആകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് രണ്ടും മാച്ച് ആയില്ല എങ്കിൽ സെൻറ്റൻസ് തെറ്റിപ്പോകും. നമ്മളൊരു ഓഫീസിൽ എന്തെങ്കിലും കത്തുകളോ ഇമെയിലുകളോ ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് സബ്ജക്റ്റ് വേർബ് മാച്ച് ആകുക, എഗ്രി ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ അത് അല്ലാത്ത പക്ഷം അത് സെൻറ്റൻസ് തെറ്റായി പോകും. സെൻറ്റൻസ് നമ്മളൊരു ഓഫീസിലൊരു മെയിലൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുമ്പം അത് തെറ്റിപ്പോയാൽ അത് നിങ്ങളെ റെപ്യൂട്ടേഷനെ, ഓഫീസിലുള്ള റെപ്യൂട്ടേഷനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നത്ര നമ്മൾ ഇതേപോലത്തെ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ നമ്മൾ കത്തുകളും ഇമെയിലുകളും ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രാമറ്റിക്കൽ റൂളാണ്. എ ഗ്രാമറ്റിക്കൽ റൂൾ ദാറ്റ് ദി സബ്ജക്റ്റ് ആൻഡ് വേർബ് ഇൻ എ സെൻറ്റൻസ് ഷുഡ് യൂസ് ദി സെയിം നമ്പർ ആൻഡ് പേഴ്സൺ. അതായത് ഒരു സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം. അതേപോലെ തന്നെ സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വേർബും പ്ലൂരൽ ആയിരിക്കണം. അതാണ് ഇതിനെക്കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സബ്ജക്റ്റ് വേർബ് ബി. വേർബ് ബി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ആം, ഈസ്, ആറ്, വാസ്, വേർ, ഈ അഞ്ചെണ്ണമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പിന്നെ സബ്ജക്റ്റ് വേർബ് ഹാവ് ആൻഡ് ഹാസ്, പിന്നെ സബ്ജക്റ്റ് വേർബ് ഡു ഓർ ഡസ്. ഇതൊക്കെ ഓക്സിലിയറി വെർബുകൾ, അതായത് ഓക്സിലിയറി വെർബ് തന്നെ ഹെൽപ്പിംഗ് വെർബ്, അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയ വെർബുകളാണ്. ഓക്സിലിയറി വെർബുകൾ ഈസ് യൂസ്ഡ് വിത്ത് മെയിൻ വെർബ് ഇൻ എ സെൻറ്റൻസ് ടു മേക്ക് ഇറ്റ് മോർ മീനിങ്. അതായത് ടു എക്സ്പ്രസ് ടെൻസ്, മൂഡ് ഓർ വോയിസ് ഓഫ് ദി സെൻറ്റൻസ്. ഇതാണ് ഓക്സിലിയറി വെർബ്. ഇത് നമുക്ക് ഓരോ സെക്ഷനും പ്രത്യേകമായിട്ട് നോക്കാം. ബാക്കി ഞാൻ അടുത്ത വീഡിയോ പറയാം. ഇഷ്ടപ്പെടാണ്ട് ഒരു ലൈക്ക് കമൻറ്റ് കിട്ടുമല്ലോ കേട്ടോ.